അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തു നബഅ 40-ാമത്തെ സൂക്തം 1-ാം ഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസർനാകും അദാബൻ ഖരീബ. തീർച്ചയായും നാം സമീപസ്ഥമായൊരു ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നാ തീർച്ചയായും നാം, അൻദർന നാം താക്കീത് നൽകിയിരിക്കുന്നുക്കും നിങ്ങൾക്ക്, അദാബൻ ശിക്ഷയെപ്പറ്റി, ഖരീബ സമീപസ്ഥമായ അടുത്തുള്ള. അല്ലാഹുവിൻ്റെ ശിക്ഷ എവിടെ, അതിങ്ങ് കൊണ്ടുവന്ന് കാണിക്ക്, എങ്കിലേ ഞങ്ങൾ വിശ്വസിക്കൂ എന്നെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിനെ പരിഹസിച്ചിരുന്നു സത്യനിഷേധികൾ. ശിക്ഷ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല, അത് വളരെ വിദൂരെയാണ്, നടക്കാത്ത കാര്യമാണ് എന്ന വിശ്വാസമായിരുന്നു അവരെ ഈ പരിഹാസത്തിന് പ്രേരിപ്പിച്ചത്. അള്ളാഹു പറയുകയാണ്, വളരെ സമീപസ്ഥമാണ് ആ ശിക്ഷ. ഈ അടുത്തുള്ള ശിക്ഷ എന്ന് ഖുർആൻ പറഞ്ഞിട്ട് 14 നൂറ്റാണ്ടായിരിക്കുന്നു, എന്നിട്ടും ആ ശിക്ഷ എത്തിയിട്ടില്ല. അപ്പോൾ എന്താണ് ഈ അടുത്തുള്ള എന്നതിൻ്റെ അർത്ഥം? ശരീരവുമായി മനുഷ്യൻ്റെ ആത്മാവിന് ബന്ധമുള്ള സമയങ്ങളിൽ മാത്രമാണ്, വർഷങ്ങളിൽ മാത്രമാണ് സമയബോധം അവനുണ്ടാവുക. ദേഹത്തിൽ നിന്നും ദേഹി വേർപിരിഞ്ഞ് ആത്മമാത്ര ലോകത്തേക്ക് എത്തുമ്പോൾ, ആത്മാവ് മാത്രമുള്ളൊരു ലോകത്ത് പ്രവേശിക്കുമ്പോൾ അവന് പിന്നെ കാലബോധം ഉണ്ടാവുകയില്ല. എത്രയേറെ വർഷം കഴിയേണ്ടി വന്നവനാണെങ്കിലും, എത്ര നൂറ്റാണ്ടുകൾ വെറും ആത്മാവായി കഴിയേണ്ടി വന്നവനാണെങ്കിലും ഏതാനും നിമിഷങ്ങൾ മാത്രം ജീവിച്ചതുപോലെയാണ് തോന്നുക. വളരെ അടുത്താണ് താൻ മരണപ്പെട്ടത് എന്നാണ് തോന്നുക. അതോടൊപ്പം ഒരു ദൂതൻ നിശ്ചയിക്കപ്പെടുകയും ആ ദൂതൻ സന്ദേശം നൽകുകയും ദൈവദൂതൻ്റെ സന്ദേശത്തെ നിരാകരിക്കുന്ന ഒരു ജനത ധിക്കാരത്തോടെ അഹങ്കാരത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ അവരുടെ ശിക്ഷ ഉറപ്പായി കഴിഞ്ഞു. ആ ശിക്ഷ പരലോകത്തെത്തിയാൽ മാത്രമേ ലഭിക്കൂ എന്ന ധാരണയും ശരിയല്ല. കാരണം ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ പരലോകത്തേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. രക്ഷയിലേക്കാണെങ്കിലും ശിക്ഷയിലേക്കാണെങ്കിലും അയാളുടെ യാത്ര തുടങ്ങി. അതിനാൽ അയാളുടെ മരണം എന്ന് സംഭവിക്കുന്നുവോ, എണ്ണപ്പെട്ട ആയുസ് എന്ന് തീരുന്നുവോ, അന്നത്തോടുകൂടി പരലോകയാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ അത് വളരെ അടുത്താണ്. ഏറെ കാലമൊന്നും ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കില്ല. നൂറ്റാണ്ടുകളോളം ജീവിക്കുന്ന ആരും ഇക്കാലത്തില്ല. അതോടൊപ്പം അള്ളാഹുവിൻ്റെ സമയഗണന ഭൗതിക ലോകത്ത് മനുഷ്യൻ കണക്കാക്കുന്ന സമയം പോലെയല്ല. വിശുദ്ധ ഖുർആൻ അതിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 47-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വയസ്തഅ്ജിലൂനക ബിൽ അദാബി വലൻ യുഖ്ലിഫല്ലാഹു വഅദ. ശിക്ഷക്ക് അവർ തിരക്ക് കൂട്ടുന്നുവല്ലോ, അള്ളാഹു അവൻ്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കുകയില്ല. വ ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. നിന്റെ നാഥൻ്റെ അടുക്കലുള്ള ഒരു ദിവസം നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 വർഷങ്ങൾക്ക് തുല്യമാണ് എന്ന്. അള്ളാഹുവിൻ്റെ അടുക്കൽ 1000 വർഷമാണ് മനുഷ്യൻ്റെ കണക്കിൽ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നൂറ്റാണ്ടുകൾ പിന്നിടുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രമേയുള്ളൂ. ഗ്രഹങ്ങളുടെ എല്ലാം സമയഗണനയും ഒരുപോലെയല്ല. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഒരു തവണ കറക്കം പൂർത്തിയാക്കാൻ എടുക്കുന്ന 24 മണിക്കൂറിനെയാണ് ഒരു ദിവസം എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിൽ കുറഞ്ഞ സമയം കൊണ്ട് കറക്കം പൂർത്തിയാക്കുന്ന ഗ്രഹങ്ങളുണ്ട്. കറക്കം പൂർത്തിയാക്കാൻ നീണ്ട വർഷങ്ങൾ എടുക്കുന്ന ഗ്രഹങ്ങളും ഉണ്ടാകാം. പ്രപഞ്ചത്തിലെ ഒരു ഗ്രഹത്തിലെ ദിവസവും മൊത്തം പ്രപഞ്ചമാകുന്ന സാകല്യത്തിൻ്റെ ദിവസവും ഒരുപോലെ വരില്ല എന്നർത്ഥം. അള്ളാഹു പറയുന്നത് നിങ്ങളുടെ അടുക്കലുള്ള 1000 വർഷമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്നാണ്. അതിനെ പൂർണ്ണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ മനസ്സിലാകുന്നിടത്തോളം നമ്മുടെ സമയഘടനയും അള്ളാഹുവിൻ്റെ സമയഘടനയും ഒരുപോലെയല്ല. അള്ളാഹുവിൻ്റെ സമയഘടന വെച്ച് അദാബൻ ഖരീബ, വളരെ സമീപസ്ഥമായ അടുത്തുള്ളൊരു ശിക്ഷയെക്കുറിച്ചാണ് നിങ്ങൾക്ക് അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. മനുഷ്യവാസം ആരംഭിച്ചത് മുതൽ സകല പ്രവാചകന്മാരും അള്ളാഹുവെ ധിക്കരിക്കുന്നവർക്ക് ഇങ്ങനെയൊരു ശിക്ഷയെക്കുറിച്ച്, പരലോകത്തെ അദാബിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ അതും പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലവും തമ്മിൽ താരതമ്യം ചെയ്താൽ ഇനി അങ്ങോട്ട് ലോകാവസാനത്തേക്കുള്ള പരലോകത്തേക്കുള്ള ദൂരം വന്നത് അപേക്ഷിച്ച് വളരെ കുറവാണ്, അടുത്തുമാണ് എന്നും നാം മനസ്സിലാക്കുക. സൂക്തത്തിൻ്റെ ഈ ഭാഗം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 3 അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ ഉച്ചരിക്കുക. ഐൻ, ഐൻ, ഖാഫ്, ഖാഫ്. ഇന്നാ, നൂൻ ഇരട്ടിച്ചു വന്നു, മണിക്കുക അഥവാ രാഗത്തോടെ ഓതുക. അൻദർനാക്കും അദാബൻ ഖരീബ, സുക്കൂണ നൂന് ശേഷം ദാൽ വന്നു, തൻവീന് ശേഷം ഖാഫ് വന്നു. രണ്ടിടത്തും മറച്ച് മണിക്കണം.
ഇഖ്ഫാ إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا ويقول الكافر يا ليتني كنت ترابا അല്ലാഹു സുബ്ഹാനഹു വ തആല സമീപസ്ഥമായ പരലോക ശിക്ഷയിൽ നിന്നും നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ.